24-ന്റെ അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മർദ്ദിച്ചതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. അമ്മ രജനി മണിലാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തു. നിർണായക തെളിവായ മൊബൈൽ ഫോൺ അതിരപ്പള്ളി CI ആഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചു എന്നാണ് റൂബിൻ്റെ മൊഴി. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങളുമായി മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. ഈ മൊബൈൽ ഫോൺ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നത് തെളിവ് നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കർമ്മമാണ് ഈ CI ചെയ്തത്. പറയൂ വിവരങ്ങൾ. ഈ തെളിവ് നശിപ്പിക്കാൻ ഒരു CI തന്നെ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ തെളിവ് നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് ഈ അമ്മ ആവശ്യപ്പെടുന്നത്. അന്ന് റൂബിൻ ലാൽ ഈ അറസ്റ്റ് നടക്കുന്ന സമയത്ത് റൂബിൻ ലാൽ വീട്ടിൽ ഫോൺ ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് പോലീസ് അങ്ങോട്ടേക്ക് എത്തുന്നതും വീട് വളഞ്ഞ് റൂബിനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഈ കണ്ണങ്കുഴി പാലത്തിന് സമീപത്ത് വെച്ച് ഈ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം CI ഇത് കണ്ണങ്കുഴി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് റൂബിൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമാണ് അമ്മ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോണിന് എന്ത് സംഭവിച്ചു അത് മാത്രം അന്വേഷിച്ചാൽ മതി. അതായത് തെളിവ് നശിപ്പിച്ചോ ഇല്ലയോ ഒന്നും നമ്മൾ ആരോപിക്കുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം മതി, ഈ ഫോണിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമാണ് അമ്മ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ഈ ജാക്സൺ റൂബിൻ ലാലിനെ മർദ്ദിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ഈ മൊബൈൽ ഫോണിലാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവ് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ, അതായത് ഈ മൊബൈൽ ഫോൺ സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിരപ്പള്ളി CIക്കെതിരെ നടപടി വേണം എന്നൊരു ആവശ്യമാണ് ഈ കുടുംബം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും റൂബിൻ ലാലിന്റെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപക പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഉയരുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ വിവിധ ഊരുകളിലുള്ള ആദിവാസി വിഭാഗങ്ങളും എല്ലാം ഉള്ളത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.